അച്ഛാ ആ ഇതാ അച്ഛന്റെ ഫോൺ കിടന്ന് അടിച്ചോണ്ടേ ഇരിക്കുവായിരുന്നു. നീ എടുത്തോണ്ടോന്നാ കുഞ്ഞാന്തി അവൾ ഉറങ്ങുവാ. വീണ്ടും അടിക്കുന്നില്ല. അയ്യോ ഇതേത് പരിചയമില്ലാത്ത നമ്പര്. അതെടുത്താലല്ലേ അറിയുള്ളൂ ആരുടെ നമ്പർ. അറിഞ്ഞൂടാത്ത ഫോണൊക്കെ എടുക്കണെന്തിന്? ഹലോ ആര്? മണിയണ്ടൻ ഗംഗാധരനോ? ആ കുഞ്ഞുണ്ണി തന്നെ. ആ എന്താ അച്ഛാ? അല്ല അത് ഏതോ റോങ് നമ്പരാ. റോങ് നമ്പറിനോടാണോ കുഞ്ഞുണ്ണി തന്നെ എന്നൊക്കെ പറയുന്നേ? അല്ല അതല്ല ഞാൻ റോങ് നമ്പറാടി. പക്ഷെ അച്ഛൻ ഏതോ പേരൊക്കെ ചോദിച്ചല്ലോ. അല്ല പേര് എനിക്ക് അറിഞ്ഞൂടാ, ആരാണെന്ന് ചോദിച്ചല്ലേ. അച്ഛൻ എന്തിനാ വിയർക്കുന്നേ? എന്താ പ്രശ്നം? എന്താ? അത് പണിയെടുത്ത് നിൽക്കുന്നതല്ല, അതുകൊണ്ട് വിയർത്തതാ. മക്കളെ ചെല്ല്. ഇല്ല എന്തോ കൊള്ളത്തരം ഉണ്ടല്ലോ. എന്താ കാര്യം പറ. എന്തോന്ന് കള്ളത്തരം? നീ ചുമ്മാ പോയ അവിടുന്ന്. ഇവിടെ കുഞ്ഞൊറ്റയ്ക്കാണ്, നീ അകത്തോട്ട് ചെല്ല് ചെല്ല്. എന്നാ ഫോണിങ് ഉണ്ടോ? ചാർജിലിട്ടേക്കാം. ഫോൺ എൻ്റെ ഇരിക്കട്ടെ. ചാർജിലെന്ന് ചിലപ്പോ ഇനി ആരെങ്കിലും ഒക്കെ വിളിച്ചാലേ ഇതുപോലെ നീ കുഞ്ഞിനെ അവിടെ ഇട്ട് വരണ്ടേ? ചെന്നോ. എന്ത് ഉടായിപ്പ്? ഒരു ഉടായിപ്പും ഇല്ല. പിന്നെ ഇടി പോടി അകത്തേക്ക്. ഹലോ. അല്ല സാർ, അത് സാറേ അത് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു സംഭവമില്ലേ? അയ്യോ എനിക്ക് ഓർമ്മയില്ലല്ലോ സാറേ. ഓർമ്മയില്ലാത്ത കാര്യം എനിക്ക് എങ്ങനെ പറയാൻ പറ്റും? അല്ലേ തന്നെ അതിനെന്തിനാണ് സാറേ ഇപ്പോഴും പ്രസക്തി? അയ്യോ സാറേ, എന്നെ എങ്ങനെയെങ്കിലും ഇത് ഒന്ന് ഒഴിവാക്കി തരണേ. യു പ്ലീസ് സാറേ അങ്ങനെ പറയല്ലേ. ഹലോ ഹലോ. ആകെ പ്രശ്നമായില്ല. എന്തോ ചെയ്യാൻ നോക്കണേ. ഓണത്തെയാ കൊച്ചിനെ? അത് എത്ര നേരം ഉറങ്ങുമായിരുന്നു, ഞങ്ങളെ കണ്ട പോണെന്ന്. അതെ, നിങ്ങൾ അലമ്പി ഉണർത്തിയതല്ല. ഇനി ഉറക്കിട്ട് പോയാൽ മതി കേട്ടാ. അലമ്പി ഉണർത്തുന്നല്ല, അത് ഉറങ്ങി കിടന്നേടി, ഞങ്ങളെ കണ്ട പോണെന്ന് അത്രേ ഉള്ളൂ. നോക്കിക്കോ, രാത്രി മൊത്തം ഇപ്പൊ കീന്ന് കിടന്ന് കരഞ്ഞോണ്ടിരിക്കും. ആന്നോടി നീ കീന്ന് കരയോ? രാത്രി കരയോ അപ്പച്ചി? ഞങ്ങള് കേൾക്കാറില്ലല്ലേ. അതിന് നിനക്ക് വല്ല ബോധവും വേണ്ടേ? നീ അവിടെ പോയിരുന്നു? ഞാൻ അച്ഛന്റെ ഫോൺ കൊണ്ട് കൊടുക്കാൻ വേണ്ടി പോയി. അച്ഛന്റെ ഫോൺ കൊണ്ട് കൊടുക്കാൻ പോകുന്നത്? അച്ഛൻ എന്തിനാ ഫോൺ കൊണ്ട് കൊടുക്കുന്നേ? എടാ അച്ഛന്റെ ഫോൺ ഇവിടെ ചാർജർ ഇട്ടിരിക്കായിരുന്നു, കിടന്ന് അടിച്ചോണ്ടേ ഇരിക്കുകയായിരുന്നു. ആരും എടുക്കുന്നില്ല. അപ്പൊ പിന്നെ ഞാൻ അങ്ങോട്ട് കൊണ്ട് കൊടുത്തു. അതാരാ അച്ഛനെ ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കാൻ? അറിയത്തില്ല, അൺനോൺ നമ്പർ ആയിരുന്നു. അങ്ങനെ പക്ഷെ ഉണ്ടല്ലോ, വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ ചെന്നപ്പോ അച്ഛൻ എടുത്തു കേട്ടോ ഫോണ്. എടുത്തു കഴിഞ്ഞപ്പോ അച്ഛന് ഭയങ്കര ടെൻഷനായിരുന്നു. എന്തോ ഉണ്ട് അതിന്റെ പുറകില്. എന്താ അപ്പച്ചി അങ്ങനെ ഒന്നും കാരണം? എടാ അങ്ങനെ തോന്നാൻ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അച്ഛൻ എടുത്തു കഴിഞ്ഞിട്ട് ഒരുമാതിരിയാണ് സംസാരിച്ചോണ്ടിരുന്നത്. അതുകൊണ്ട് എന്നാ പിന്നെ അപ്പച്ചിക്ക് അന്നേരം തന്നെ ചോദിച്ചുകൂടായിരുന്ന? നീ പറഞ്ഞിട്ട് ഓ പോട്ടെ പോട്ടെ പോട്ടെ. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, അതാരായിരിക്കും അച്ഛൻ ഇങ്ങനെ വിളിക്കാൻ? എടാ ആരാണെന്ന് അറിഞ്ഞുകൂടാന്നല്ലേ പറഞ്ഞത്. എന്തോ മണികണ്ഠനോ അങ്ങനെ എന്തോ പറയുന്നത് കേട്ടോ. ചോദിച്ചപ്പം അറിയത്തില്ല, റോങ് നമ്പർ ആയിരുന്നു എന്നാ പറഞ്ഞത്. ഓ റോങ് നമ്പർ ആരോ? റോങ് നമ്പറിൽ ആരെങ്കിലും വിളിച്ച് അച്ഛൻ എന്തെങ്കിലും പറഞ്ഞത് അതായിരിക്കും അച്ഛനത്തെ ടെൻഷൻ അടിച്ചത്. പക്ഷെ നിന്റെ ബുദ്ധി അങ്ങുണ്ടല്ലോ, ഒരുപാടുണ്ട്. നീ ബുദ്ധിയുടെ ആരും വിട്, എന്താ മാറ്റർ എന്ന് എല്ലാം അറിയാൻ പറ്റൂ. എടാ അറിഞ്ഞൂടാന്നല്ലേ ഈ പറയുന്നത്. എന്തായാലും അച്ഛൻ അറിയാൻ പാടില്ലാത്ത ആരല്ല വിളിച്ചിരിക്കുന്നത്. അച്ഛനെ നന്നായിട്ട് അറിയാവുന്ന ആരോ ആണ് വിളിച്ചിരിക്കുന്നത്. എടീ ഇത് അതിർത്തി തർക്കോ യുദ്ധമൊന്നും അല്ലല്ലോ, അച്ഛൻ തന്നെ പരിഹാരം കണ്ടോളും. അച്ഛൻ തന്നെ പരിഹാരം കണ്ടോളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോ അങ്ങനെ വിടാൻ പറ്റുമോ? നമ്മളെ അപ്പൂപ്പനല്ലേ. എടി ഇനിയിപ്പോഴേ അച്ഛന്റെ സർവീസിലുള്ള ആരെങ്കിലും? എടാ ആരാണെങ്കിലും അച്ഛന്റെ മുഖത്ത് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. അച്ഛൻ എന്തോ കുഴപ്പത്തില്ല. അങ്ങനെയാണെങ്കിൽ ഡിറ്റക്റ്റീവ് സുമേഷ് ഇത് കണ്ടുപിടിച്ചിരിക്കും. എന്നാ ഈ ഡിറ്റക്റ്റീവ് സുമേഷിന്റെ കൂടെ ശമ്പുവും കാണും. ചിക്കാരി ശമ്പു മതിയല്ലോ, തമാശ ചോദ്യം. കൊച്ചുറങ്ങട്ടെ, ഇറങ്ങി വെള്ളം ഇട്ടെ, വെള്ളം. ഇതെന്നാ പക്ഷെ നിങ്ങൾ ആരെങ്കിലും ഇട്ട് ഓടിച്ചോ? നിങ്ങൾ ആരെങ്കിലും വഴിയിലിട്ട് ഓടിച്ചോന്ന്? ഓടിക്കാനാ? പുറത്ത് ഭയങ്കര ചൂടല്ലേ? ചൂടിന്റെ വെള്ളം കൂടി അല്ലല്ലോ, എന്തോ പ്രശ്നം ഉണ്ടല്ലോ. നിനക്കെങ്ങനെ മനസ്സിലായി? ഞാൻ കൊറേ കാലമല്ലേ നിങ്ങളുടെ കൂടെ ജീവിക്കുന്ന. കാര്യം എന്തെന്ന് പറ. അതെ, ചെറിയൊരു പ്രശ്നമുണ്ട്. തോന്നി. നമ്മുടെ മണികണ്ഠ സാർ ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന്. മണികണ്ഠൻ സാറോ? അതാരാ?
ഇടി സർവീസിൽ എന്റെ സീനിയർ ആയിരുന്ന മണികണ്ഠൻ സാറല്ലേ, മണികണ്ഠൻ ഗംഗാധരൻ, ഒറ്റപ്പാലത്തുള്ള. ഓ, സർവീസിലിരുന്ന സമയത്ത് നിങ്ങളെ ഇട്ട് ഓടിച്ച ആ കക്ഷി. നിനക്കതൊക്കെ ഓർമ്മയുണ്ടോടി? ഓർമ്മയുണ്ടോന്നോ? എന്റെ കൂട്ടുകാരിക്ക് നിങ്ങളെ പരിചയപ്പെടണം എന്ന് പറഞ്ഞിട്ടേ ഞാൻ അവളെ വിളിച്ചോണ്ട് വന്നപ്പോ നിങ്ങൾ പാരേഡ് ഗ്രൗണ്ടിൽ കിടന്ന് ഓടുന്നു. നാണക്കേട് കാരണം പരിചയപ്പെടുത്താതെ ഞാനിങ്ങി പോകുന്നു. എന്തായിരുന്നു? അതല്ലല്ലോ ഇപ്പോഴത്തെ പ്രശ്നം. അല്ല പിന്നെ എന്താ നിങ്ങളുടെ പ്രശ്നം? എടി പണ്ട് സർവീസിലുണ്ടായിരുന്ന എന്തോ ഒരു പ്രശ്നം കുത്തിപ്പൊക്കാനായിട്ട് എന്റെ ഒരു സഹായം വേണമെന്ന്. നിങ്ങക്ക് സഹായിക്കാൻ പറ്റിയല്ലോ നിങ്ങൾ പറയുന്നേ. എടി അങ്ങനെ എടുത്തടിച്ചതുപോലെ നോ എന്ന് പറയാൻ പറ്റൂല. അങ്ങേര് വന്ന എനിക്ക് ഭയങ്കര പ്രശ്നമാവുമെന്ന്. എന്ത് പ്രശ്നാന്നേ? പ്രശ്നമാവെന്ന് വെച്ചാലേ, എടി ഞാനിവിടെ എയർ മാർഷൽ ആണെന്നാണല്ലോ എല്ലാവരുടെയും പറഞ്ഞിരിക്കുന്നത്. അങ്ങേര് വന്നാൽ എനിക്ക് കൊടി വീശലാണെന്ന് മക്കളും കൊച്ചുമക്കളും ഒക്കെ അറിയൂലേ. നന്നായി പോയി. അന്നേ ഞാൻ പറഞ്ഞല്ലേ ഇങ്ങനത്തെ കള്ളത്തിലൊന്നും വീട്ടുകാരോടും നാട്ടുകാരോടും പറയരുതെന്ന്. ഇനി അങ്ങ് അനുഭവിച്ചു. എന്തെടി ഒരുമാതിരി കണ്ണിച്ചോരല്ല വർത്താനം പറയുന്നേ? ഞാനാണോ കണ്ണിച്ചോരില്ലാത്ത വർത്താനം പറഞ്ഞേ? നിങ്ങളോട് ആര് പറഞ്ഞു നാട്ടുകാരോടും വീട്ടുകാരോടും ഒക്കെ പോയി പറയാൻ നിങ്ങൾ എയർ മാർഷൽ കുഞ്ഞുണ്ണിയാന്ന്? എടി അങ്ങേര് ഇങ്ങോട്ട് വന്ന് ഈ കഥ മൊത്തം അറിഞ്ഞല്ലേ പിന്നെ എനിക്ക് നാട്ടിൽ ജീവിക്കാൻ പറ്റൂല. നാട്ടിൽ മാത്രമൊന്നും അല്ല, എന്റെ വീട്ടുകാരോടൊന്നും പറയാൻ പറ്റുകയില്ല. എന്തൊക്കെയാ അവരോട് പറഞ്ഞു വെച്ചിരിക്കുന്നത്? ആകെ പ്രശ്നമാവില്ല. ഇങ്ങനെ ഇങ്ങോട്ട് വന്ന് കയറുകയും ചെയ്യും. എങ്കിൽ പിന്നെ നിങ്ങളൊരു കാര്യം ചെയ്യും, അങ്ങേര് ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് നിങ്ങൾ അങ്ങോട്ട് പോയി അങ്ങ് കാണും. അതല്ലേ എടി, അങ്ങേർക്ക് ഒരു കാര്യം സാധിക്കാനുണ്ടെങ്കിൽ ആ ആളിന്റെ വീട്ടിൽ പോയി കാണും. അതാണ് പുള്ളിക്കാരൻ്റെ ഒരു രീതി. എങ്കിൽ പിന്നെ ഈ വീട്ടിലുള്ളവർക്കൊക്കെ ചിക്കൻ ബോക്സ് ആണെന്ന് പറ. പിന്നെ അങ്ങനത്തെ നമ്പരൊന്നും അവിടെ ഏക്കത്തില്ല. ഇങ്ങനെ ആരാ മോനെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എങ്കിൽ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞോലേ, അങ്ങേര് എവിടെയാന്ന് വെച്ചാൽ അങ്ങേരെ കണ്ടുപിടിച്ച് കാര്യം പറ. എടി അങ്ങേര് ടൗണിൽ ഏതോ ഹോട്ടലാണെന്നേ പറഞ്ഞോളൂ, ഒന്നും വ്യക്തമായിട്ട് പറഞ്ഞിട്ടില്ല. അതല്ലേ ഇനിയിപ്പൊ നീ പറഞ്ഞതുപോലെ ഞാൻ കണ്ടുപിടിച്ച് ചെന്നെന്ന് വെച്ചോ, അങ്ങനെ എന്റെ അടുത്ത് ഷൗട്ട് ചെയ്യും. എന്തിനു ഷൗട്ട് ചെയ്യും? നിങ്ങൾ അങ്ങേരുടെ ജൂനിയർ ഒന്നും അല്ലല്ലോ ഇപ്പൊ. പോയി ധൈര്യമായിട്ട് കണ്ട് കാര്യം പറഞ്ഞിട്ട് പോ മനുഷ്യ. അല്ല പിന്നെ ഇങ്ങനെ പേടിക്കേണ്ട കാര്യമുണ്ടോ? എടി അങ്ങേരുടെ സീനിയർ ഓഫീസർ ആയിരുന്നടി. ആയിരുന്നു, ഇപ്പൊ അല്ലല്ലോ. ഇത്തിരി കഷ്ടകാലം നോക്കണേ. മനുഷ്യരായ കുറച്ചൊക്കെ ധൈര്യം വേണം. പോ. മിസ്റ്റർ കുഞ്ഞുണ്ണി, അപ്പൂപ്പനോ? ഇപ്പൊ വിളിച്ചോണ്ട് വരാമേ. അപ്പൂപ്പ, ഹായ് കുഞ്ഞുണ്ണി. മോർണിംഗ് സാർ. സാർ എന്നെ കാണാൻ വേണ്ടി ഇങ്ങോട്ട് വരേണ്ടിയിരുന്നില്ല. ഒന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങോട്ട് ഒന്ന് കാണുമായിരുന്നല്ലോ. കുഞ്ഞുണ്ണി, ഇപ്പൊ ഇത് എന്റെ ആവശ്യമല്ലേ, അപ്പൊ ഞാനല്ലേ വന്ന് കാണണ്ടത്. അല്ല എന്നാലും സാറിന്റെ സീനിയർ ഓഫീസറല്ലേ, സാറിവിടെ വരിക എന്നൊക്കെ പറഞ്ഞതാ. അതൊന്നും കുഴപ്പമില്ല കുഞ്ഞുണ്ണി. അല്ല സാർ ഇരിക്കണം. വീട്ടിനകത്തേക്ക് കുഞ്ഞുണ്ണി ക്ഷണിക്കുന്നില്ല. അകത്ത് ഭയങ്കര ചൂടാണ് സാറേ. മാത്രമല്ല മോള് പ്രസവിച്ചിടക്ക കൈക്കുഞ്ഞെ ഭയങ്കര കരച്ചിരുമ്പോഴും നമുക്ക് സ്വസ്ഥമായിട്ടൊന്നും സംസാരിക്കാൻ പറ്റില്ല. നമുക്ക് അങ്ങോട്ടിരിക്കാം. ശരി ശരി. അങ്ങോട്ട് അതാവുമ്പോ ആരും കാണില്ല. വരണം. ഇവിടെ ആകുമ്പോ നല്ല കാറ്റൊക്കെ ഉണ്ട്. അതാണ്. ഓക്കെ ഓക്കെ. ഇരിക്കണം സാർ, ഇരിക്കണം. ഇവിടെ ഇരിക്കണം. കുഞ്ഞുണ്ണി ഇരിക്ക. അല്ല സാറല്ല. കുഞ്ഞുണ്ണി ഇരിക്ക. കുഞ്ഞുണ്ണി, എനിക്കൊരു പ്ലാനുണ്ട്. എന്ത് പ്ലാനാണ് സാർ? കുഞ്ഞുണ്ണി, ഈ റിപ്പോർട്ട് ഒന്ന് വായിച്ചു. എന്താ? സത്യം അധികം കാലം മൂടി വെക്കാൻ പറ്റില്ല. അത് തുറന്നു പറയാൻ നിങ്ങൾ ധൈര്യം കാണിക്കണം. അല്ല സാറേ, ഞാൻ ഭയങ്കര സത്യസന്ധനായിട്ടുള്ള ഒരു ഓഫീസർ ആയിരുന്നല്ലോ. നിങ്ങൾ സത്യസന്ധനായ ഓഫീസറാണെന്ന് എനിക്കറിയാം. അതുകൊണ്ടാണല്ലോ കാണാൻ വന്നത്. അല്ല സാറ് കാര്യം എന്താന്ന് ഇതുവരെ പറഞ്ഞില്ല. നിങ്ങൾ റിട്ടയർ ആവുന്നതിന് 2 മാസം മുമ്പ് അയച്ച റിപ്പോർട്ടാണിത്. സാറേ അത് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പല്ലേ, എനിക്കത് ഓർമ്മയില്ല സാറേ. നിങ്ങളൊന്ന് വായിച്ചു നോക്കുക, അപ്പൊ ഓർമ്മ കിട്ടും. നിങ്ങൾ ട്രാവൽ പെർമിഷൻ കൊടുത്തിരുന്ന 5 ഫ്ലൈറ്റിൽ 1 ലാൻഡിംഗ് ഇഷ്യൂ ഉണ്ടെന്ന് മുകളിലേക്ക് അയച്ച റിപ്പോർട്ടിന്റെ കോപ്പി അത്. സാറേ അതൊക്കെ ഒരുപാട് കാലം മുമ്പ് നടന്ന സംഭവങ്ങളല്ലേ, എനിക്കതൊന്നും തീരെ ഓർമ്മയില്ല. നിങ്ങൾക്ക് ഓർമ്മയില്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ റിട്ടയർ ആവുന്നതിന് 2 മാസവും 15 ദിവസം മുമ്പ്. പിന്നീട് ആ ഫ്ലൈറ്റ് എന്ത് സംഭവിച്ചെന്ന് നിങ്ങൾക്കറിയാം. സാറേ റിട്ടയർ ആയ ശേഷം അവിടെ നടന്ന കാര്യങ്ങളൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ല. എന്താ ഞാൻ പറയാം. നിങ്ങൾ പോയൊരു 4 മാസം കഴിഞ്ഞ് ആ പ്ലെയിൻ ലാൻഡിങ്ങിടെ ക്രാഷായി. അയ്യോ പേടിക്കണ്ട, കാഷ്വാലിറ്റി ഒന്നുമില്ല. അയ്യോ അത് ഭയങ്കര കഷ്ടമായി പോയില്ല സാറേ. അല്ല സാറേ, ഇനി ഇതിനകത്ത് ഇപ്പം നമുക്കെന്ത് ചെയ്യാൻ പറ്റും സാറേ? അതിനാണ് കുഞ്ഞുണ്ണിയുടെ ഹെൽപ്പ് എനിക്ക് ആവശ്യം. നമുക്കൊരു പ്രസ് കോൺഫറൻസ് വിളിക്കാം. അതിൽ തീർച്ചയായിട്ടും കുഞ്ഞുണ്ണി ഉണ്ടാവണം. അയ്യോ സാറേ, ഈ പ്രസ് മീറ്റിലൊക്കെ ഞാൻ എന്തിനാ സാറേ? അത് വേണം കുഞ്ഞുണ്ണി. ആ പ്രസ് മീറ്റ് വെച്ച് കുഞ്ഞുണ്ണി ഏറ്റവും എഫിഷ്യന്റ് ആയിട്ടുള്ള ഗ്രൗണ്ട് ക്ലിയറൻസ് സ്റ്റാഫാണെന്ന് ഞാൻ അനൗൺസ് ചെയ്യും. അയ്യോ അതിന്റെ ആവശ്യമൊന്നും ഇല്ല സാറേ. അത് വേണം കുഞ്ഞുണ്ണി. കാര്യം എന്റെ ഇന്നസെൻസ് എനിക്ക് പ്രൂവ് ചെയ്യണം. മാമാ
അയ്യോ സാറേ ഞാൻ ഇപ്പൊ വരാമേ എന്ത് എന്ത് അല്ല ഞാൻ വന്നെന്ന് പറയേ ഞാൻ കണ്ടടാ ഞാൻ കണ്ടു അതല്ല എന്റെ സസ്പെൻഷൻ ഒക്കെ പിൻവലിച്ചു. അയ്യോ ഞാൻ അറിഞ്ഞു നീയേ അകത്തോട്ട് ചെല്ലു കൊച്ചിനെ കാണണ്ടേ? അയ്യോ ആശുപത്രിയിൽ നീ ഇല്ലായിരുന്നല്ലോ. അതാണ് ചെല്ല്. അല്ല ലഡു വന്നില്ല. ലഡു ഞാൻ അകത്തുനിന്ന് കഴിച്ചോളാം. കൂട്ടുകാരൻ അതെന്റെ കൂട്ടുകാരനാ. മക്കളെ ചെല്ല് കേട്ടാ. അല്ല കൂട്ടുകാരനോ ലഡു കൊടുക്കും. അല്ല അത് ഞാൻ കൊടുത്തോളാം. ഞാൻ പിന്നെ വിളിച്ചോണ്ട് വരാടാ. നീ ചെല്ല് അകത്തോട്ട് ചെല്ല്. എടാ കൊച്ചിനെ പോയി കാണടാ. ചെല്ല് കുഞ്ഞുണ്ണി അതാരാ അത്? അതെന്റെ മരുമോനാ സാറേ. കൊച്ചിനെ കാണാൻ വേണ്ടി അകത്തോട്ട് കയറിയതാ. അല്ല സാറേ നമുക്കേ ഈ പ്രസ് മീറ്റ് ഒക്കെ നടത്തണം. വലിയ ബുദ്ധിമുട്ടല്ലേ സാറേ അതൊക്കെ? ഒരു ബുദ്ധിമുട്ടും ഇല്ല. എന്തായാലും നമുക്ക് പ്രസ് കോൺഫറൻസ് നടത്തണം. പിന്നെ അതിന് മുമ്പ് എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. അതൊക്കെ ചെയ്തിട്ട് ഞാൻ വീണ്ടും വരാം. അല്ല സാറ് വരണമെന്നില്ല. സാർ എവിടെ ഉണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങോട്ടൊന്നും കണ്ടോളാം സാറേ. എന്തിനാ കുഞ്ഞുണ്ണിക്ക് അറിയാമല്ലോ എനിക്കാരും ബുദ്ധിമുട്ടിക്കുന്ന ഇഷ്ടമല്ല. ഓക്കെ ശരി റൈറ്റ്. കുഞ്ഞിക്കിളിയാണോ ദിനി? കുഞ്ഞിക്കിളി. അല്ല ഇത് ആര് പാലൊക്കെ കുടിച്ചു? എന്റെ ഭാര്യയും മോളും നല്ല നീ എന്താ കുപ്പി പാല് കൊടുക്കണ? പാല് കുറവ്, അതുകൊണ്ട് ഇത് കൊടുക്കാൻ പറഞ്ഞു ഡോക്ടർ. ഓ കണ്ടാ ഇതാ. അതിന് വേറെ എന്തൊക്കെ മരുന്നൊക്കെ ഉണ്ടല്ലോ. ഇതേ ഞാൻ പെറ്റ് കഴിഞ്ഞപ്പോ പോയതല്ലേ, ഇപ്പല്ലേ വരുന്നേ. മതിയേ. ശരി ശരി കണ്ണോ നിന്റെ അച്ഛന്റെ അഹങ്കാരം. ഇതെന്തിന്? സസ്പെൻഷൻ പിൻവലിച്ചതിന് അടുത്തത് കിട്ടുമ്പത്തേക്ക് ഇതങ്ങ് ടാലി ആവൂല. കൊണ്ടുവാ. പിന്നെ നീ പിൻവലിച്ചെന്ന് പറയുമ്പോ പിന്നെ നീ പിന്നെ ഇനി അടുത്ത എപ്പോ കിട്ടുന്ന കാര്യം? സസ്പെൻഷൻ ഇനി കിട്ടായില്ല. മൊത്തത്തിൽ നിങ്ങളെ വിശ്വസിക്കാൻ പറ്റത്തില്ല. കുപ്പിപ്പാലൊക്കെ എനിക്ക് കൊടുക്കാൻ പറ്റും. മക്കളെ മക്കളെ കൂടി പൊന്നുവാൻ പാൽ കൂടിയടാ. അതി വന്നപ്പോ എന്റെ കൊച്ചു കരയാണ്. ഇങ്ങോട്ട് കൊണ്ടുവാ. സസ്പെൻഷൻ പിൻവലിച്ചു അവന്റെ. പിൻവലിച്ചിരിക്കുന്നു. 2 ദിവസം ഞാൻ കണ്ടില്ലേ അവൾ ട്യൂൺ ചെയ്ത് മാറ്റിക്കളെ എന്റെ മോളെ. അപ്പച്ചി എടാ നിന്റെ അമ്മമ്മ എവിടെയെന്ന്? അച്ഛമ്മേ അച്ഛനെ വിളിച്ചിട്ട് കിട്ടില്ലെന്ന് പറഞ്ഞ ടെൻഷൻ അടിച്ച് കിടക്കുന്നു അവിടെ. അളിയോടെ പോയി ചേട്ടൻ ട്രക്കിങ്ങിന് പോയി തട്ടുമലയില്. തട്ടുമലയല്ലേ പോയത്? പിന്നെ അവിടെ റേഞ്ച് എങ്ങനെ കിട്ടും? അതിലെ വിളിച്ചാ കിട്ടാത്തത്? എന്റെ മാമ മറ്റേ മൃഗപാലൻ ഡോക്ടർ അല്ലേ, പുള്ളിക്കാരെ അച്ഛനെ വിളിച്ചിട്ട് കിട്ടില്ലെന്ന് പറഞ്ഞ ആൾക്കാരൊക്കെ അയച്ചു ഇങ്ങോട്ട്. ഫോൺ എടുക്കടാ ചെറുക്കാ. ഇവന്റെ ഒരു കാര്യം, എങ്ങോട്ടെങ്കിലും ഒന്ന് ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ പിന്നെ വീട്ടുകാരെ തിരിഞ്ഞു നോക്കണ്ട. പിന്നെ ക്ലിനിക്കിലെ കാര്യം അന്വേഷിക്കണം. വന്നു കയറിയതാണ് അതിനപ്പുറം ചക്കിക്കൊത്ത ചങ്കരൻ. എന്താ കണ്ണാ? അപ്പൂപ്പണ തിരക്ക് ആരോ വന്നേക്കണ്. ആരാന്നറിഞ്ഞൂടെ, ഞാൻ ചോദിച്ചാരാണെന്ന്. അപ്പൊ കുഞ്ഞുണ്ണിയുടെ അടുത്ത് പറയാന്ന് തുടങ്ങി. ആരടി ഹട്ടലിരിക്കുന്ന? അത് അറിയത്തില്ല. ആരെങ്കിലും വീട്ടിൽ നമ്മളെ അന്വേഷിച്ചു വന്നായിരിക്കും. അമ്മയും കള്ളം പറഞ്ഞു തുടങ്ങിയ? ഞാനെന്ത് കള്ളം പറഞ്ഞെന്ന്? അല്ല ചിവേട്ടൻ പറഞ്ഞു അച്ഛനെ അന്വേഷിച്ചു വന്നതാണ്. അതോ? അതില്ലേടി, ഇവിടുന്ന് ഒരു 1/2 കിലോമീറ്റർ അകലെ ഒരു വീട് അവർക്ക് അന്വേഷിച്ച് വന്നിട്ടേ. അപ്പം നമ്മുടെ വീട്ടിൽ വന്ന് അന്വേഷിച്ചാൽ അവരുടെ വീട് അവർക്ക് കണ്ടുപിടിക്കാമല്ലോ. 1/2 കിലോമീറ്റർ അകലെ വീടോ? ഏത് വീട്? നമ്മുടെ സുകുമാരൻ ചേട്ടന്റെ വീടല്ലേ, അത് അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ വന്നതാ. അതതിന് 1/2 കിലോമീറ്റർ ദൂരെ അല്ലല്ലോ. അല്ലേ തന്നെ അവരെന്തിനാ വഴി ചോദിക്കുന്നതിന് ഇവിടെ ഹട്ടി വന്നിരിക്കുന്ന കാര്യം? നീ എന്തിനാടി എന്നെ ചോദ്യം ചെയ്യുന്നേ? ഒന്ന് മാറുന്നേ. നേരെ നേരത്തെ അവള് വന്നിരിക്കുന്നു. എന്തോന്നാടാ? എന്തോ? അല്ല കുഞ്ഞുണ്ണിയുടെ വീടാണോ എന്റെ അടുത്ത് ചോദിച്ചു. നിന്റെ അടുക്കലും ചോദിച്ചോ? എന്റെ അടുത്ത് ചോദിച്ചു വന്നപ്പോ. ആരാന്നെങ്ങനെ അറിയും? ഹലോ പത്രക്കാരനോ?
ഏത് പത്രം? അല്ല, ഞാൻ കുഞ്ഞുണ്ണി തന്നെയാണ്. അല്ല, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. അയ്യോ, എനിക്കതൊന്നും അറിഞ്ഞൂടാ സുഹൃത്തെ. ഇന്റർവ്യൂ? എന്ത് ഇന്റർവ്യൂ? ഇല്ല, എനിക്ക് ഇന്റർവ്യൂ ഒന്നും വേണ്ട. നിങ്ങൾ ചുമ്മാ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങളൊന്നും എഴുതി പിടിപ്പിക്കല്ലേ. എനിക്കതൊന്നും അറിഞ്ഞൂടാന്ന് പറഞ്ഞില്ലേ ഞാൻ? വേണ്ട, ഇങ്ങോട്ടൊന്നും വരണ്ട. അച്ഛാ, അച്ഛൻ്റെ മുഖത്ത് നോക്കി ഞങ്ങളൊരു കാര്യം പറയട്ടെ. എന്ത് കാര്യം? അപ്പൂപ്പൻ എന്തോ ഒരു പ്രശ്നമില്ലേ? എന്ത് പ്രശ്നം? എനിക്കൊരു പ്രശ്നമൊന്നുമില്ല. ചുമ്മാ അച്ഛൻ്റെ മുഖം മാറുമ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ. ചേടാ, എനിക്കൊരു പ്രശ്നം ഇല്ലാന്ന് പറഞ്ഞില്ലടാ മക്കളെ. അപ്പൂപ്പൻ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഞങ്ങളുടെ അടുത്ത് പറ, ഞങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ പറ്റും. എടാ ചുമ്മാരി, നിങ്ങളെ കൊണ്ട് കൂട്ടിയാ കൂടുന്ന കാര്യമൊന്നുമില്ല. ചുമ്മാരി ഓ. അച്ഛാ പ്രശ്നം എന്താണെന്ന് നമ്മൾ തെളിച്ച് പറ, അതിന് നമുക്ക് പരിഹാരം കാണാൻ പറ്റുമെന്നാണ് ഞങ്ങൾ പറഞ്ഞു വരുന്നത്. ആണോ? ഓ, അപ്പൊ എന്റെ പ്രശ്നത്തിന് നിങ്ങൾക്ക് പരിഹാരം കാണാൻ പറ്റും? 100% കാണാൻ പറ്റും. ആണോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ചെയ്യും. നിങ്ങൾ ആദ്യം എന്റെ പ്രശ്നം എന്താണെന്ന് നിങ്ങൾ കണ്ടുപിടിക്കും. ആ പ്രശ്നം നമ്മുടെ അടുത്ത് പറഞ്ഞാലേ ആ പ്രശ്നത്തിന് പരിഹാരം നമുക്ക് അച്ഛൻ്റെ അടുത്ത് പറയാൻ പറ്റൂ. എടാ, എനിക്ക് പറയാൻ വേണ്ടി പ്രശ്നങ്ങളൊന്നും ഇല്ലാന്നല്ല ഞാൻ പറഞ്ഞത്. ചുമ്മാ അപ്പൂപ്പനെ അകറ്റുന്ന പ്രശ്നം എന്തുവാന്ന് പറ. അകറ്റുന്ന പ്രശ്നമോ? അലട്ടുന്ന പ്രശ്നം. എടാ, എന്നെ അലട്ടുന്ന ഒരു പ്രശ്നമല്ല എന്ന് പറഞ്ഞില്ലടേ മക്കളെ. അച്ഛൻ്റെ പ്രശ്നം എന്താന്ന് പറഞ്ഞാൽ ഞങ്ങൾ പരിഹാരം കാണാൻ ഇത്ര ഞങ്ങളോട് പറഞ്ഞു തരുന്നേ. ശരിക്കും പറഞ്ഞതാണോ? ഉറപ്പായിട്ടും എന്റെ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് പരിഹരിക്കാൻ പറ്റുമോ? പരിഹരിക്കാൻ പറ്റും. അങ്ങനെയാണെങ്കിലേ എൻ്റെ അവിടുത്തെ ഷെഡില്ലേ, ആ ഷെഡിൽ കുറേ ആക്രി സാധനങ്ങൾ കിടപ്പുണ്ട്. അതെല്ലാം ഒന്ന് അടുക്കി പറക്കി വെച്ചാൽ അതാണ് ഇപ്പം എന്നെ അലട്ടുന്ന പ്രശ്നം. അതല്ലല്ലോ നമ്മളിപ്പോ ചോദിക്കാൻ വന്ന പ്രശ്നം. അച്ഛന്റെ പ്രശ്നമല്ലേ നമ്മൾ ചോദിക്കാൻ വന്ന പ്രശ്നം. അത് ശരി. അപ്പൊ മേലനങ്ങുന്ന പ്രശ്നങ്ങൾക്കൊന്നും പരിഹാരം കാണാൻ പറ്റൂലല്ലേ? മേലനങ്ങുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം ഇല്ല, കാണാൻ പറ്റൂല അല്ലേ? കാണാൻ പറ്റും. അച്ഛന്റെ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയല്ലേ നമ്മളെ വന്നേ. എന്റെ പൊന്നു മക്കളെ, ഒരു പ്രശ്നവും ഇല്ല. നിങ്ങളായിട്ട് കൂടുതൽ പ്രശ്നം ഉണ്ടാക്കരുത്. പോ. ഞങ്ങളൊരു കാര്യം ചെയ്യുന്ന, ഈ പത്രക്കാരൊക്കെ ചെയ്യുന്ന പോലെ അപ്പൂപ്പനെ ഇന്റർവ്യൂ ചെയ്യാം. എന്തത്? ഇന്റർവ്യൂ ഒന്നും വേണ്ട, അത് ശരിയാവില്ല. അപ്പൂപ്പൻ പേടിക്കണ്ട. ഞങ്ങൾ ഈ ഇന്റർവ്യൂക്കാർ ചോദിക്കുന്നുണ്ടെങ്കിൽ ചില ചോദ്യം ചോദിക്കും. അപ്പൂപ്പ ഈ ഫിലിം സ്റ്റാർസ് ഒക്കെ പറഞ്ഞ് നമുക്ക് ഉത്തരം പറഞ്ഞാൽ മതി. അപ്പൊ നമുക്ക് പ്രശ്നവും അതിനുള്ള പരിഹാരവും കണ്ടെത്താൻ പറ്റും. എന്റെ പൊന്നു മക്കളെ, എനിക്കൊരു പ്രശ്നമില്ല എന്നല്ലേ ഞാൻ എത്ര വട്ടം കൊണ്ട് പറയുന്നു. നിങ്ങളൊന്ന് പോയി തരാമോ ഇവിടുന്ന്? അച്ഛന്റെ മുഖം കണ്ടാൽ ഞങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും അച്ഛൻ എന്തോ പ്രശ്നമുണ്ടോ. ഡേയ്, നിന്റെ അടുത്ത് ഞാൻ മലയാളത്തിലല്ലേ പറഞ്ഞു ഒരു പ്രശ്നമില്ല, ശല്യപ്പെടുത്താ പോയെ. പിന്നെ എന്ത് കിടന്ന് കറങ്ങുന്ന? പോ. കുറച്ചേരം ഓഫ് ചെയ്ത് വെച്ചാലോ? എടാ, എന്തായി? ഒരു പിടിയും കിട്ടുന്നില്ല. അച്ഛനാണെങ്കിൽ ഒട്ടും പിടിയും തരുന്നില്ല. എന്നാ പിടി തരുന്ന വേറൊരാളെ എനിക്കറിയാം. ആര്? ലളിതാമ്മ അന്തർജനം. അമ്മയ്ക്കറിയാമോ? എന്നാ പിന്നെ അമ്മയെടുത്ത് വെച്ച് കഴിഞ്ഞാൽ മണിമുടി വല്ല കാര്യങ്ങൾ അറിയാലോ. എടാ, ഇത് അങ്ങനെയല്ല, ഇത് അമ്മയും കൂടെ ഒത്തോണ്ടുള്ള കളിയാ. ഒത്തോണ്ടുള്ള കളിയോ? അമ്മ ഇപ്പൊ പഴയ ആളൊന്നും അല്ലടാ. എടി, നീ ഒരു കാര്യം മനസ്സിലാക്കണം. ഞാനും പഴയ ആളൊന്നും അല്ല. ഈ രഹസ്യങ്ങൾ കണ്ടുപിടിക്കാൻ തുടങ്ങിയാലേ എനിക്ക് എന്നെ തന്നെ പിടിച്ചാൽ കിട്ടൂല. എന്നിട്ട് പിടിച്ചിട്ട് കിട്ടിയില്ലല്ലോ. പിടിച്ചിട്ട് കിട്ടിയില്ല. പക്ഷെ എൻ്റെ ഇത്രയും നേരത്തെ ഒരു അന്വേഷണം വെച്ചിട്ടേ ഞാൻ നിന്റെ ഒരു സംഭവം പറയാം. എടി, ഇത് കോമൽ കുൽക്കർണിയായിട്ട് ബന്ധപ്പെട്ട സംഭവമാണ്. കോമൽ കുൽക്കർണിയോ? പോടാ അവിടുന്ന്. പുള്ളിക്കാരിക്ക് എന്താ ഇതുമായിട്ട് ബന്ധം? പക്ഷെ അച്ഛൻ്റെ അടുത്ത് നമ്മളിങ്ങനെ ചോദിക്കും. ഒന്ന് പോയടാ അവർക്ക് അവിടുന്ന്. പോയടാ ഇറക്കാം അവിടെ നിന്നോ? എടാ, അങ്ങനെ ആണെന്ന് തന്നെ ഇരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ അമ്മ കൂട്ട് നിൽക്കുമോ അതിന്? എടി, ഇതിന്റെ എല്ലാ റീസണും അറിയാൻ വേണ്ടി അമ്മ മനഃപൂർവ്വം അച്ഛൻ്റെ സപ്പോർട്ട് ചെയ്യുന്നാണെങ്കിലോ? എടി, ഇത് അത് തന്നെ. നീ ഒന്ന് ആലോചിച്ച് നോക്ക്. അച്ഛൻ സർവീസിലിരിക്കുന്ന സമയത്ത് ആ അച്ഛൻ്റെ കൂടെ വർക്ക് ചെയ്ത ആൾക്കാർ അച്ഛനെ ഫോൺ കോൾ ചെയ്തു. അതും പോരാഞ്ഞിട്ട് അച്ഛനെ തിരക്കി ആൾക്കാർ ഇങ്ങോട്ട് വരും. പിന്നെ അച്ഛൻ ഒളിച്ചും പാത്തും ഇരുന്ന് ഫോൺ കോൾ ചെയ്യുന്നു. സംഭവം തന്നെ അവീതം. അതൊന്നും അല്ല, ഇത് വേറെന്തോ ആണ്. എടി, ആണെന്ന്. വിത്തിൻ 2 days ഇത് ഞാൻ കണ്ടുപിടിച്ചില്ലെങ്കിൽ നിന്റെ കൊച്ചിന് എൻ്റെ പേരിട്ടു. എന്റെ കൊച്ചിന് നിന്റെ പേര്. ഒന്ന് പോയാ അവിടുന്ന്. പോയായിരിക്കും എന്തോ. എന്തായാലും സുമേഷ് ഇത് കണ്ടുപിടിച്ചിരിക്കും.
കണ്ടുപിടിച്ചാൽ കൊള്ളാം. പക്ഷെ എനിക്ക് തോന്നുന്നില്ല കേട്ടോ ഇതോ റീസൺ. എടി അത് തന്നെന്ന്. നീ ആദ്യം ഇത് കണ്ടുപിടിക്ക്, എന്നിട്ട് അച്ഛനെ പറ്റി ആവശ്യമില്ലാത്തൊക്കെ പറഞ്ഞു നടക്കും. എടി ഇത്രയും നേരത്തെ എന്റെ അന്വേഷണ സ്ട്രക്ചർ വെച്ച് ഞാൻ കണ്ടുപിടിച്ച സംഭവമാണ്. എന്നിട്ട് ഇത്രയും നേരത്തെ നിന്റെ അന്വേഷണ സ്ട്രക്ചർ വെച്ച് അമ്മ ഇതിനകത്തുണ്ടെന്ന് നിനക്ക് അറിയത്തില്ലായിരുന്നല്ലോ. അത് ഗസ് ചെയ്യാൻ പറ്റില്ല. ഗസ് ചെയ്യാൻ പറ്റില്ല. അതുപോലെയാണ് ഈ ഗസ് നീ ഇപ്പൊ പറഞ്ഞ അമ്മ ഇതിനകത്തുണ്ടെന്ന് എനിക്ക് മനസ്സിലായില്ലേ? അപ്പൊ എന്റെ അന്വേഷണ ബുദ്ധി വീണ്ടും കൂടിയില്ലേ? കണ്ടുപിടിച്ചോളാം. നിങ്ങൾ ഇതുവരെയും കിടന്നില്ലേ? എനിക്ക് കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. ആകെ ഒരു പരവേശം പോലെ. അയ്യോ പരവേശോ? ഹോസ്പിറ്റലിലെല്ലാം കൊണ്ടുപോകണോ? ഏയ് അത്രയ്ക്കൊന്നുമില്ല. ഒരു മനസ്സമാധാനം കിട്ടുന്നില്ല. ടെൻഷൻ. നിങ്ങൾ വെറുതെ അതും ഇതും ആലോചിച്ച് വെച്ച് വെറുതെ അസുഖങ്ങളൊന്നും വരുത്തി വെക്കണ്ട. കിടക്കാൻ നോക്ക്. ഈ മണികണ്ഠ സാറിന്റെ സ്വഭാവം എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാത്തോണ്ടാണ്. അങ്ങനെ ഈ പത്രസമ്മേളനം അങ്ങനെ നടത്തിയാലേ സംഗതി ആകെ പൊളിയും. അങ്ങേര് പത്രസമ്മേളനം ഒന്നും നടത്തിയില്ലല്ലോ. നടത്തുമെന്ന് നമുക്ക് നോക്കാന്നേ. എന്തോ നോക്കാന്ന്? എന്റെ ജോലി കൊടിവീശലാണെന്ന് പുറത്തെങ്ങാനും പറഞ്ഞാലേ എന്റെ അവസ്ഥ എന്തായിരിക്കും? ഒരവസ്ഥയില്ല. എന്തെങ്കിലും വന്നാൽ ഞാൻ പിള്ളേരോട് അതെല്ലാം പറഞ്ഞോളാം. നീ അവരോട് പറയാൻ പോണോ? അതെ, നിങ്ങൾ ആരാണെന്നും എന്താണെന്നൊക്കെ അറിഞ്ഞിട്ടല്ലേ ഞാൻ നിങ്ങളെ സ്നേഹിച്ചിട്ടും നമ്മൾ കല്യാണം കഴിച്ചതൊക്കെ. പിന്നെ ഇനി ആരെയാ നമുക്ക് ബോധിപ്പിക്കണ്ടേ? പറയുമ്പോ എല്ലാ എളുപ്പത്തിൽ അങ്ങ് പറയാൻ പറ്റും. പക്ഷെ ഉത്തമന്റെ പിള്ളേരുടെ മുഖത്ത് ഞാൻ എങ്ങനെ നോക്കൂടി? ഞാനാണെ ഉത്തമനെ വിളിക്കാൻ നോക്കിയിട്ട് അവനാണെ ഫോണും എടുക്കുന്നില്ല. നീ ഇപ്പൊ എന്തിനാ അവനെ വിളിക്കുന്നേ? അല്ല, ഞാൻ വിചാരിച്ച അവനോടൊന്ന് പറയാന്ന്. വേണ്ട പറയണ്ട. അതല്ലെന്നേ, അവനോടൊന്ന് പറയാം. അവനാകുമ്പം അതിന്റെ കാര്യഗൗരവമൊക്കെ മനസ്സിലാവും. നിങ്ങളൊന്ന് സഹായിക്കാനും പറ്റും അല്ലേ? പിന്നെ പറയാല്ലേ? നീ അവനോട് പറ. അല്ലെങ്കിലേ പറയണ്ട. എന്നുവെച്ചാൽ പ്രശ്നം എന്താ വെച്ചാലേ, ഈ മണികണ്ഠ സാറിന്റെ മനസ്സെങ്ങാനും മാറിയിട്ട് പുള്ളി പത്രസമ്മേളനം നടത്താതിരുന്നാലേ നമ്മൾ ഈ പിള്ളേരോടൊക്കെ പറഞ്ഞ് വെറുതെ എന്തിനാ ഇല്ലാത്ത പൊല്ലാപ്പൊക്കെ തൊള്ളി വെക്കുന്നത്? പോ മനുഷ്യ, കിടന്നുറങ്ങാൻ ഞാൻ നോക്കാം. അച്ഛാ, ഇന്നത്തെ പത്രത്തിൽ വാർത്ത ഉണ്ടോ? വാർത്ത വന്നാ? അച്ഛാ, അമ്മ, അച്ഛാ, 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 എന്തിനാ അമ്മ, 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 അച്ഛാ, 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 അമ്മ.